ശബരിമലയിലേത് രാഷ്ട്രീയ സംഗമമോ എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ചരിത്രം ഓർമ്മിപ്പിക്കാം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതി വിധി അസന്ദിഗ്ധമായി പറയുന്നു സ്ത്രീകൾക്കും ശബരിമലയിൽ ദർശനം നടത്താനുള്ള അവകാശമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15 ഇവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ വിധി വരുന്നത്. സുപ്രീം കോടതി വിധി വന്നാൽ സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. എല്ലാം തീർപ്പ് കൽപ്പിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. ആ സുപ്രീം കോടതി വിധി സർക്കാർ അനുസരിക്കുന്നു, ഭക്തർക്ക് വരാം എന്നുള്ള നിലപാടൊരുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ വിഷയത്തെ എങ്ങനെയാണ് അന്ന് RSSും കോൺഗ്രസും ഒക്കെ കണ്ടിരുന്നത്? തുടക്കത്തിൽ RSS പോലും ആശയപരമായി സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. രാജഗോപാലടക്കം അക്കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ് പല അഭിമുഖങ്ങളിലും. എന്നാൽ പിന്നീട് അതിനെ ഒരു രാഷ്ട്രീയ സുവർണ അവസരമായി, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ ശ്രീധരൻ പിള്ളയാണ്. അത് നമ്മൾ കണ്ടതുമാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് വലിയ രാഷ്ട്രീയ നാടകമായി നമ്മൾ കണ്ടതാണ്. തത്സമയം ചാനലുകൾ സംപ്രേഷണം ചെയ്തതാണ്. അത് BJPയുടെ രാഷ്ട്രീയ അവസരമായി അതിന് ഉപയോഗിക്കുക. സുവർണ അവസരമാണ് ശബരിമല എല്ലാ കാലത്തും മതപരമായ വിഷയം BJPയെ സംബന്ധിച്ചൊരു സുവർണ അവസരമാണ്, തർക്കിക്കുന്നില്ല. അതുകൊണ്ട് അത് BJPക്ക് അതൊരു രാഷ്ട്രീയ സംഗമമാണ്. ഇനി കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ആ വിധി വരുമ്പോൾ അന്ന് രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. എൻ്റെ നിലപാട് എല്ലാ സ്ത്രീകൾക്കും എവിടെയും പോകാം എന്നുള്ളതാണെന്ന് പറഞ്ഞ നേതാവിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. ആ നിലപാടിനെതിരായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകം നിലപാട് സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. പിന്നീട് ശ്രീധരൻ പിള്ളയുടെ പോലെയുള്ള സുവർണാവസരം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി നേട്ടം കൊയ്തത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വലിയ വിമർശനാത്മകമായി വിധേയമായതാണ്. നെഹ്റുവിൻ്റെ സയൻറ്റിഫിക് ടെമ്പറുള്ള ഒരു പാർട്ടി ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നായിരുന്നു ചോദ്യം. അതും ഭരണഘടനയെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി നടത്തിയ വിധി, ആ വിധി നടപ്പാക്കാൻ സർക്കാർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനെതിരെ നിയമപോരാട്ടമല്ല രാഷ്ട്രീയ പോരാട്ടമാണെന്ന് കോൺഗ്രസ് നടത്തിയത്. അതിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പൊള്ളത്തരം ഞാൻ 2 വാദങ്ങളിലൂടെ വ്യക്തമാക്കാം. ഒന്ന്, യഥാർത്ഥത്തിൽ ഇത് പുതുമയാർന്നൊരു സംഭവമാണോ? പേരിൽ മാത്രമേ പുതുമയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇതിനു മുമ്പും അവിടെ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ പമ്പാ സംഗമം ശബരിമലയിൽ നടന്നത്? പമ്പയുടെ തീരത്ത് നടന്ന പമ്പാ സംഗമം 2018 ഏറ്റവും ഒടുവിൽ നടക്കുന്നത്. പമ്പാ സംഗമം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന് പ്രതിഷേധം ഉണ്ടായിരുന്നില്ലല്ലോ, BJPക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നില്ലല്ലോ. 2018 പമ്പാ സംഗമത്തിൻ്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന പനീർശെൽവമായിരുന്നു. അന്ന് BJPയെ പ്രതിരോധിക്കാൻ കണ്ടില്ലല്ലോ. അന്ന് കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് ബാങ്കാണെന്ന് പറഞ്ഞ് കോൺഗ്രസിനെയും പ്രതിരോധിക്കാൻ കണ്ടില്ലല്ലോ. എന്തായിരുന്നു പമ്പാ സംഗമത്തിൻ്റെ ഉദ്ദേശം? ശബരിമലയുടെ പശ്ചാത്തല വികസനത്തിനും ആത്മീയമായിട്ടുള്ള ഒരു സംവാദത്തിനുമുള്ള ഒരു വേദിയായി ഇതിനെ മാറ്റുക എന്നുള്ളതായിരുന്നു പമ്പാ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്. 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്തു അന്ന് പമ്പാ സംഗമത്തിൽ. പമ്പാ സംഗമത്തിൽ ആരെയും പമ്പാ സംഗമത്തെ എതിർക്കാതിരുന്ന ആളുകൾ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കാൻ വരുന്നതിന് പിന്നിൽ തികച്ചും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ ഞാനിതിനെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നയാളാണ്. എന്തുകൊണ്ടാണ്? പോയിന്റ് നമ്പർ 1, ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബരിമലയുടെ ഒരു മാസ്റ്റർ പ്ലാൻ 2030 കൂടി നടപ്പിലാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ഒരു കൺസൾട്ടൻസി ഏൽപ്പിച്ചു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഏകദേശം 1300 കോടിയോളം രൂപയുടെ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ. പ്രേക്ഷകർക്കറിയാമോ, ഇതിനകം 146 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് ശബരിമലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾക്കുമായിട്ട്. ഇടത്താവളങ്ങളുണ്ട്. അത് എരുമേലി, പമ്പ, കഴക്കൂട്ടം, ചെങ്ങന്നൂർ, നിലയ്ക്കൽ. ഇതിനകം തന്നെ പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലുമുള്ള ഇടത്താവളങ്ങളുടെ പണി ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു വലിയ കള്ളപ്രചരണം കേരളത്തിലെ സംഘപരിവാർ അടച്ചുവിട്ടിരുന്നില്ലേ? കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ പണം സർക്കാർ എടുക്കുന്നുവെന്നും സർക്കാർ ദേവസ്വം ബോർഡിന് 5 പൈസ പോലും കൊടുക്കുന്നില്ലെന്നുള്ള വലിയ വർഗീയ വിഷലിപ്തമായ പ്രചരണം നടത്തിയില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വസ്തുത എന്താണെന്നറിയാമോ? കേരള സർക്കാർ ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു കാലത്തും, അത് UDF ഭരിക്കുമ്പോഴാവട്ടെ LDF ഭരിക്കുമ്പോഴാവട്ടെ, 1 രൂപ പോലും, ഒരണാ പൈസ പോലും കേരള സർക്കാർ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ദേവസ്വം ബോർഡിന് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു കണക്ക് പറയാം പ്രേക്ഷകരോട്. ഈ കോവിഡ് കാലത്ത് അന്ന് ശമ്പളം കൊടുക്കാൻ ദേവസ്വം ബോർഡ് ബുദ്ധിമുട്ടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. കാര്യം ക്ഷേത്രങ്ങളിൽ വരുമാനം നിലച്ചു. ആ സമയത്ത് ദേവസ്വം ബോർഡിൽ നിന്ന് 608 കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് കേരള സർക്കാർ കൊടുത്തത്. 608 രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ എടുക്കുകയല്ല, സർക്കാരിൽ നിന്ന് 608 കോടി രൂപ ദേവസ്വം ബോർഡിന് കൊടുത്തു. ഇന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് സർക്കാർ ഗ്രാൻറ്റിലാണ്.
ഇതാണ് വസ്തുത എന്നിരിക്കെ തികച്ചും ഒരു കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ട് വിഷലിപ്തമായ വർഗീയ പ്രചരണം നടത്തുകയായിരുന്നു അന്ന് സംഘപരിവാർ ചെയ്തത്. അത് അവരുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, പമ്പാ സംഗമത്തെ എതിർക്കാത്ത, ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്തസംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിൽ ആർക്കാണ് ഇത്ര വൈഷമ്യം? എന്തിനാണ് ഇത്ര വൈഷമ്യം? ആ പ്രോജക്റ്റ് വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് അത് 3 ഘട്ടമായിട്ടുള്ളൊരു പരിപാടിയാണ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്നാണ്. അതിൽ ആദ്യഘട്ടത്തിലുള്ള പശ്ചാത്തല വികസനത്തിനു വേണ്ടി ഇനിയും കണ്ടെത്തണം പൈസ. 723 കോടി രൂപയാണ് ശബരിമലയുടെ തന്നെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം വഴിയും അല്ലാതെയും ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി സർക്കാർ കണ്ടെത്തേണ്ടത്. സർക്കാരിന് പരിമിതികളുണ്ട്. നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു ക്ഷേത്രത്തിന് വേണ്ടി ഇത്രയും തുക സർക്കാർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വർഗീയമായിട്ടുള്ള ഒരു വിഷയമായി തീരും. അതിന് നിശ്ചയമായും സ്പോൺസർഷിപ്പുകൾ വേണം. അപ്പോൾ ഒന്ന്, ശബരിമലയിലെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള 723 കോടി രൂപ, ബാക്കി 1300 കോടിയുടെ ബാക്കി വരുന്നത് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്, ശബരിമലയിൽ വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ, ശബരിമലയിൽ വരാൻ പോകുന്ന വിമാനത്താവളം, ശബരിമലയിലെ താമസ സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ശബരിമലയിലേക്കുള്ള മലകയറ്റം കുറച്ചുകൂടി സുഗമമാക്കുന്നതിനുള്ള, കുറച്ചുകൂടി ആരോഗ്യപരമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഭക്തദർശനം സാധ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ. ഇതിനു വേണ്ടുന്നൊരു മാസ്റ്റർ പ്ലാനാണ്. ശബരിമലയിലെ ഭക്തർക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ദർശനം നടത്തി തിരിച്ചു വരുന്നൊരു സാഹചര്യം ഒരുക്കുന്നതിനെ എതിർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് താല്പര്യം ഭക്തജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് പോയി തൊഴുതു വരികയോ ഭക്തരുടെ ദർശനമോ ഒന്നുമല്ല. ഇതിനു പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ആരോപിക്കുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് സർക്കാരിൻ്റെ മുകളിലേക്ക് ഒരു വർഗീയ ചാപ്പ അടിച്ചു കൊടുക്കുക എന്നത് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വാസ്തവം അറിയാതെയുള്ള നീക്കമാണെന്നാണ് എൻ്റെ വാദം. നാലാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട വാദം, ഇതിപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചതാണോ? അല്ല. ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അന്നത്തെ മിനിറ്റ്സ് ചെയ്തിരുന്നതാണ്. ശബരിമലയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും, വിശാലമായ പമ്പാ സംഗമം സംഘടിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നതാണ്. അത് പുതുതായ ഒരു കാര്യമല്ല. ഇപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും വിവാദമാക്കുന്നതിനും പിന്നിൽ അന്ന് നേരത്തെ സൂചിപ്പിച്ച സുവർണാവസരം കാത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ്. അത് BJP ആണ്. അതിന് ഒരു പരിധിവരെ കോൺഗ്രസും അതിനെ ചൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ നാലാമത്തെ വാദം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പശ്ചാത്തല വികസനം മാത്രമല്ല, ഇതിൽ എന്നെ ഏറെ ആകർഷിച്ചൊരു ഘടകമെന്ന് പറയുന്നത് ഇതിൻ്റെ ആശയപരമായിട്ടുള്ള പ്രചരണത്തിനു കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നാണ്. ശബരിമല ക്ഷേത്രം മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് അതിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. നമ്മളിതിനെ റിലീജിയസ് സിൻക്രേറ്റിസം എന്ന് പറയും. അതൊരു പുതിയ ആശയമാണ്. എന്ന് പറഞ്ഞാൽ സൂഫി ഭക്തി പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് കൂടാനും, ഇപ്പോൾ എരുമേലിയിലെ പേട്ടതുള്ളൽ പോലെ, വാവരെ കണ്ട് മടങ്ങുന്നത് പോലെ, അയ്യനെ കണ്ട് ആ ദർശനം ആകണമെങ്കിൽ വാവര് നടയിൽ കൂടി പോയിട്ട് വേണം തിരികെ വരാൻ എന്നുള്ളതാണ്. അപ്പോൾ വാവരും അയ്യപ്പനും ഇരിക്കുന്ന റിലീജിയസ് സിൻക്രൈറ്റിസത്തിൻ്റെ ഒരു പ്രതീകമാണ് ശബരിമല. അതിനെ ആ അർത്ഥത്തിൽ ആശയപരമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ലോകത്തിലെ മഹത്തരമായ ആശയങ്ങളിലൊന്ന് നമ്മുടെ നാട്ടിൽ പിറന്നതാണ് എന്നത് നമ്മൾ പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തത്വമസി എന്ന് പറയുന്നൊരു ആശയമുണ്ടല്ലോ, ഛാന്ദോഗ്യോപനിഷത്തിലെ ആ ആശയത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. എന്താ തത്വമസി എന്ന് പറയുന്നത്? ഞാൻ അവസാനിപ്പിക്കാം. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ആ തത്വമസി എന്ന ആശയം വന്ന ഒരു കഥ പറയുന്നുണ്ട് ഛാന്ദോഗ്യോപനിഷത്തിൽ. എന്താ കഥ പറയുന്നതെന്ന് അറിയാമോ? ഈ വളരെ വലിയ അഹംഭാവമുള്ള, എല്ലാം താൻ നേടി എന്ന് അഹങ്കരിച്ചിരുന്ന ശ്വേതകേശു എന്ന് പറയുന്ന ഒരു രാജകുമാരനോട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അരുണി മഹർഷി, അതായത് അരുണി മഹർഷിയുടെ മകനായ ശ്വേതകേശുവിനോട് അരുണി മഹർഷി ചോദിക്കുന്നുണ്ട്, നിന്റെ 12 വർഷത്തെ ഗുരുകുലം കഴിഞ്ഞതിനു ശേഷം നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, വേദങ്ങളും വേദാംഗങ്ങളും ലോകജ്ഞാനവും ലോകശാസ്ത്രങ്ങളും എല്ലാം ഞാൻ പഠിച്ചു എന്നാണ് ശ്വേതകേശു എന്ന അരുണി മഹർഷിയുടെ മകൻ പറയുന്നത്. അപ്പോൾ അരുണി മഹർഷി ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ലോകജ്ഞാനം ഒക്കെ നേടിയിട്ടാണോ വരുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാം പഠിച്ചു വച്ചാ എന്ന് മഹർഷിയുടെ മുന്നിലേക്ക് ശ്വേതകേശു പറയുന്നുണ്ട്. ആ ശ്വേതകേശുവിനോട് അരുണി മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അരുണി മഹർഷിക്ക് മനസ്സിലായി, ഇവൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല, തന്നെ പഠിച്ചിട്ടില്ല, തന്നെക്കുറിച്ചോ ഈ ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ ലോകത്തിൻ്റെ ജ്ഞാന വ്യവസ്ഥയെക്കുറിച്ചോ അവനൊരു ബോധ്യമില്ലെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് തത്വമസി എന്നൊരാശയം ജനിക്കുന്നതെന്നാണ് കഥ. ലോകത്തിന് മുന്നിൽ ഏറ്റവും മനോഹരമായ ആശയമല്ലേ? നിങ്ങളൊന്ന് നോക്കൂ, ആരാണോ ദൈവത്തെ കാണാൻ പോകുന്നത് അയാൾ തന്നെ ദൈവമായി തീരുന്ന അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയേക്കാൾ വലിയൊരു ആശയമുണ്ടോ? ലോകത്ത് ഇത്രയും വലിയ മഹത്തായ ഒരു ആശയം ശബരിമലയ്ക്കല്ലാതെ മറ്റെന്തിനാണ് സമ്മാനിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ആശയത്തെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ലോകത്തിൻ്റെ രാഷ്ട്രീയ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ റിലീജിയസ് സിൻക്രിറ്റിസത്തിൻ്റെ ആശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊന്ന് നിങ്ങൾ തേടി വരുന്നതാരോ
അത് നീ തന്നെയാണ് എന്ന് അവിടെ നിന്ന് പറയുകയാണ്. ശബരിമലയിലേക്ക് കയറിപ്പോകുന്നയാൾ തിരിച്ചു മടങ്ങുമ്പോൾ അയ്യപ്പനായിട്ടാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെ പോകുന്നത് ഭക്തനായിട്ടായിരിക്കും, മടക്കം അയ്യനെ പോലെ വേണം എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള വിശാലതയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണല്ലോ ആ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ മനോഹരമായ ആശയത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായി കൂടിയാണ് നമ്മളതിനെ കാണേണ്ടത്. ആ അർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുള്ള മനുഷ്യർക്ക് ദാ ഇവിടെ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടെന്നും അവിടെ പരസ്പരം വേർതിരിക്കാതെ എല്ലാ മനുഷ്യരുടെയും ആത്മീയമായിട്ടുള്ള തിരിച്ചറിവുണ്ടാവുന്നു. എങ്ങനെയാണോ ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചത്, കണ്ണാടിയിൽ നോക്കുന്നയാൾ ദൈവം നിങ്ങൾ തന്നെയാണ്. തത്വമസിയുടെ മറ്റൊരു പൊരുള് നിങ്ങൾക്ക് നാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയിൽ കാണാം. അത്രയും തെളിമയുള്ള ഒരു ആശയമാണ് തത്വമസി എന്നുള്ളത്. അത് നീയാകുന്നു എന്ന ആശയം, ആ ആശയത്തിനുള്ള വലിയ പ്രചരണത്തിൻ്റെ ഒരു വേദി കൂടിയായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ആശയപരമായോ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളെയോ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം അത് സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അതിനുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചിലവാവില്ലെന്നും അത് പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെ ആകും എന്നുമാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയ സംഗമമല്ല എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.